നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുതി ചാർജ് വർധനവ് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഇരുട്ടടിയാണെന്ന് DCC ജനറൽ സെക്രട്ടറി NI ബെന്നി. INTUC തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പന്തംകൊളുത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ NCP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നിക്ക് മിന്നുന്ന വിജയം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ BJP പ്രവർത്തകർ മൂലമറ്റത്ത് ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി CHRF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മനുഷ്യാവകാശ വിളംബര ജാഥ നടത്തി. വാർത്തകൾ വിശദമായി. വൈദ്യുതി ചാർജ് വർധനവ് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഇരുട്ടടിയാണെന്ന് DCC ജനറൽ സെക്രട്ടറി NI ബെന്നി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം INTUC തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പന്തംകൊളുത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റീജിയണൽ പ്രസിഡന്റ് MK ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. INTUC जिंदाबाद, INTUC जिंदाबाद, INTUC जिंदाबाद, INTUC जिंदाबाद. സാധാരണക്കാരെയും തൊഴിലാളികളെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് വൈദ്യുതി ചാർജ് വർധനവിലൂടെ പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇതിന് കേരള ജനത മറുപടി നൽകുമെന്നും DCC ജനറൽ സെക്രട്ടറി NI ബെന്നി. വൈദ്യുതി ചാർജ് വർധനവ് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഇരുട്ടടിയാണ്. പിണറായി വിജയൻ ഭരണത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ജനജീവിതം ദുസ്സഹമാക്കി തൊഴിലാളികൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒട്ടേറെ സമരങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഇവിടെ എത്ര ശതമാനം വർധനവ് നടത്തിയിട്ടുണ്ട് എന്ന് ഇന്ന് ഞാൻ മനോരമ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് റെഗുലേഷൻ കമ്മിറ്റിയാണ് ഇത് ഊറ്റിയിരിക്കുന്നത്. മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല. പിന്നെ മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. ജനതാദളിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ എവിടെയാണെന്ന് തന്നെ ആൾക്ക് പറയുമ്പോൾ ജനതാദൾ കർണാടകത്തിൽ BJPയിലാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് പോലും ആളുകളിൽ അറിയാൻ പാടില്ലാത്ത സ്ഥിതിയാണ്. അദ്ദേഹം പറയുന്നത് മന്ത്രിസഭ അറിഞ്ഞില്ല. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് മന്ത്രിസഭ അറിഞ്ഞു. റെഗുലേഷൻ കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ, മന്ത്രിസഭയ്ക്കുടെ അംഗീകാരമില്ലാതെ നിരക്ക് വർധന കൂട്ടാൻ പറ്റില്ല. 6 തവണ 8 വർഷം കൊണ്ട് കൂട്ടി. 20% വൈദ്യുതി പാവപ്പെട്ട ലക്ഷം വീടുകളിലും പാവപ്പെട്ടവർക്കെല്ലാം ഉമ്മൻചാണ്ടി സർക്കാർ ഫ്രീ ആയി അവർക്ക് കൊടുത്തിരുന്ന ഒരു സർക്കാരായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം INTUC തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പന്തംകൊളുത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റീജിയണൽ പ്രസിഡന്റ് MK ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജോർജ് താന്നിക്കൽ, KS ജയകുമാർ, MA ഷമീർ, NI സലീം, മൈക്കിൾ മുട്ടം, ഷിബൂസ് കറിയ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ NCP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കുര്യാച്ചൻ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. അന്യായമായ വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ NCP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ബ്ലോക്ക് പ്രസിഡന്റ് കുര്യച്ചൻ കണ്ടത്തിലിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളി നിർവഹിച്ചു. പിണറായി സർക്കാർ ജനപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുമ്പോഴും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത്തരം ചാർജ് വർധനവുകൾ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. വിവിധ തരങ്ങളിലുള്ള നികുതികൾ കൊണ്ട് പൊതുജനം പൊറുതിമുട്ടുകയാണ്. കഴിവുകെട്ട മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയായി പിണറായി ഒതുങ്ങിയെന്നും അതുവഴി മുഖ്യമന്ത്രിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് നിങ്ങൾ കുറയ്ക്കണമെന്നും നിങ്ങൾ കണ്ണു തുറന്ന് ഈ വിഷയത്തെ കാണണമെന്നും ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലപാടുകൾ എടുത്തുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം ജനങ്ങളോടൊപ്പമാണ്
ജനപക്ഷത്തോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭരണം എന്ന് പറയുന്നതിന് പകരം കാണിച്ചു കൊടുത്തുകൊണ്ട് 2021 മുതൽ 2024 വരെയുള്ള ഈ ദിവസങ്ങളിൽ കടന്നുപോയ ദിനരാത്രങ്ങളൊക്കെയും ജനദ്രോഹപരമായിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സഖാവ് പിണറായി വിജയനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഏതെങ്കിലും വകുപ്പിൽ 1 ലക്ഷം രൂപ വിദ്യാഭ്യാസമില്ലാത്തവന് ഏതെങ്കിലും വട്ടിപ്പലിശയ്ക്ക് പോലും കൊടുത്താൽ കിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡ്രൈവറായോ പിയോണായോ ഇലക്ട്രിക് പോസ്റ്റിൽ കയറുന്ന പോസ്റ്റ് അങ്ങനെ കയറുന്ന ഉദ്യോഗത്തിൽ കയറുന്നവൻ 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം മതി. ഇവിടെ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിരവധിയായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിരവധി ഡിഗ്രികൾ നേടിയിട്ടും ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് പിണറായി വിജയന്റെ കെടുകാര്യസ്ഥമായ 2021 തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ബന്ധപ്പെട്ട് ധാർഷ്ട്യത്തിന്റെ ഭാഷയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നടപ്പില്ല. കേരളത്തിൽ ഇവിടെ നിങ്ങൾ അനുഭവിച്ചത് മുഴുവൻ സ്വാഭാവികമായും അരമണിക്കൂറിന്റെ പ്രതിഷേധത്തിന്റെ സമയം മാത്രമേ ഇതിന് ദൈർഘ്യമുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വെട്ടളക്കായി NCP എന്നും കേരളത്തിലുണ്ടാവും. ഇവിടെ ഘടകകക്ഷികളായി നിരവധിയായ നേതാക്കന്മാരെ മന്ത്രിമാരാക്കിക്കൊണ്ട് 21 തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറിയപ്പോൾ സ്വാഭാവികമായും കഴിവുകെട്ട മന്ത്രിമാരുടെ നീണ്ട നിരയാണ്. റോഷി അഗസ്റ്റിൻ മുതൽ AK ശശീന്ദ്രൻ വരെ ശ്രീ K കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ. കൃഷ്ണൻകുട്ടി ഇവിടെ നിന്ന് കൈയൊഴിഞ്ഞു പോകാമെന്ന് വിചാരിക്കേണ്ടതില്ല. വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൃഷ്ണൻകുട്ടിയോട് ഞങ്ങൾക്കൊരു കാര്യം പറയുവാനുണ്ട്. നിങ്ങൾ അറിഞ്ഞോ ഈ വർധനവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമാന്തൊരക്ഷരം മിണ്ടുവാൻ, ആധികാരികമായി പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഷംസുദ്ദീൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് BS കവിത, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷൈജു അട്ടക്കുളം, PP അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ ജോസ് തടത്തിൽ, പ്രിയ അനിൽകുമാർ, ശ്രീജ കുര്യച്ചൻ, ജെസി ബിനോയ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പ്രകാശ്, AJ നൌഷാദ്, സബീഷ്, ആദം പള്ളിത്തൊട്ടിയിൽ, സാഗർ കുട്ടി പുത്തിരിയിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നിക്ക് മിന്നുന്ന വിജയം. LDF സ്ഥാനാർത്ഥി സിൻസി ജോബിയേക്കാൾ 753 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സാന്ദ്രാമോൾ ജിന്നി വിജയിച്ചത്. UDFിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ശേഷം കൂറുമാറിയ മുന്നംഗം രാജിചന്ദ്രനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 2146 വോട്ടുകളും LDF സ്ഥാനാർത്ഥി സിൻസി ജോബിക്ക് 1393 വോട്ടുകളും BJP സ്ഥാനാർത്ഥി സിന്ധു സുനിലിന് 426 വോട്ടുകളും ലഭിച്ചു. ചുരുങ്ങിയ കാലഘട്ടത്തിൽ നാടിനു വേണ്ടി ജനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സാന്ദ്രാമോൾ ജിന്നി പറഞ്ഞു. തീർച്ചയായിട്ടും കഞ്ഞിക്കുഴിയിലെ വിദ്യാസമ്പന്നരായ വോട്ടർമാർ അത് മനസ്സിലാക്കുകയും ചെയ്യും. കുറഞ്ഞ കാലയളവ് കൊണ്ട് എന്നാൽ കഴിയും വിധം നമ്മുടെ നാടിനെ എന്നെ വിശ്വസിച്ച് ഈ സ്ഥാനം, എനിക്കറിയാം 24 വയസ്സ് മാത്രം പ്രായമുള്ള എന്നെ വിശ്വസിച്ച് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനം ഏൽപ്പിച്ചെങ്കിൽ അത് എന്നാൽ കഴിയുന്ന വിധം ഏറ്റവും മനോഹരമായി തന്നെ പൂർത്തീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ തന്നെയായിരിക്കും ഇനിയുള്ള പ്രവർത്തനവും. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും വിശ്വാസികളുമായ ഓരോരുത്തരെയും സംബന്ധിച്ചും അത്രയേറെ അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണിത്. ഞങ്ങളെ ചതിച്ച്, ഞങ്ങളുടെ വോട്ടുകൾ നേടി ഞങ്ങളെ ചതിച്ച് കൂറുമാറിപ്പോയ ഒരാളോടുള്ള ചെറിയൊരു പ്രതികാരം പോലെയായിരുന്നു, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ആ സാധ്യതയ്ക്ക് ലഭിച്ചതിനേക്കാൾ 3 ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ എന്നെയും ഐക്യജനാധിപത്യ മുന്നണിയെയും നല്ലവരായ കഞ്ഞിക്കുഴി ഡിവിഷനിലെ വോട്ടർമാർ വിജയിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. നന്ദി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ SUCI കമ്മ്യൂണിസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ സമരം നടത്തി. പാർട്ടി ജില്ലാ സെക്രട്ടറി N വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ അന്യായമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ SUCI കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി N വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാരണവശാലും ചാർജ് വർധനവ് നടപ്പിലാക്കരുത്, ജനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ് എന്നും അഴിമതിയിൽ മുങ്ങിയ ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന ചാർജ് വർധനവിന്റെ ബാധ്യത ഏറ്റെടുക്കുവാൻ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യവും അവിടെ നമ്മുടെ രേഖാമൂലവും അല്ലാതെ വാക്കുകളിലൂടെയും അവിടെ അവതരിപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ
സംസ്ഥാനത്ത് നടന്ന 4 അദാലത്തുകളിലും വൻതോതിൽ ആളുകൾ ചാർജ് വർധനവിനെ എതിർത്തുവെങ്കിൽ അതിന്റെ തീരുമാനം പറയാൻ വേണ്ടിയിട്ട് 3 ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയാൻ വേണ്ടി കാത്തിരുന്നു. അത് മറ്റൊരു അപഹാസ്യമായ സംഗതിയാണ്. അന്തസ്സുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചാർജ് വർധന ഒന്നേ തന്നെ പ്രഖ്യാപിക്കണമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. അപ്പോൾ വോട്ടെല്ലാം വാങ്ങി പെട്ടിയിലാക്കിയ ശേഷം ജനങ്ങളെ ദ്രോഹിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ തരം താഴ്ന്ന ഒരു ഏർപ്പാട് കൂടിയാണ്. CBC മാത്യു, വർഗീസ് PT, KL ഈപ്പച്ചൻ, NS ബിജുമോൻ, മാത്യു ജേക്കബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി CHRF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മനുഷ്യാവകാശ വിളംബര ജാഥ നടത്തി. തുടർന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സത്യപ്രതിജ്ഞ എടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാനവാസ് വൈദ്യർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ സെക്രട്ടറി അനിൽകുമാർ പാറയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. CHRF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനാചരണം നടത്തി. ഇതിനോടനുബന്ധിച്ച് തൊടുപുഴ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് കാൽനടയായി മനുഷ്യാവകാശ വിളംബര ജാഥ നടത്തി. തുടർന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ അംഗങ്ങൾ ചേർന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാനവാസ് വൈദ്യർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ ഭാരതത്തിന്റെ ഭരണഘടനയിലും ഭാരതത്തിൽ നടപ്പാക്കാവുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ കർത്തവ്യവും നിർവഹിക്കുമെന്നും എല്ലാവരുടെയും യോഗത്തിൽ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ പാറയിൽ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. ലോകത്തെമ്പാടും അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകത്തിലുള്ള എല്ലാ സംഘടനകളും ഈ ഒരൊറ്റ ദിവസം മനുഷ്യന്റെ വിവിധ മേഖലകളിൽ നേടിയെടുക്കാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പടപൊരുതുന്നതിൻ്റെ ഏകദിനമാണ് ഇന്ന് ആചരിക്കപ്പെടുന്നത്. എല്ലാ രീതിയിലും ജാതി, മത, വർണ്ണ, ഉദ്യോഗ വിഭാഗങ്ങൾ എവിടെയെല്ലാം അടിച്ചമർത്തപ്പെടുന്നുണ്ടോ അതേപോലെ തന്നെ ജയില്, മറ്റുള്ള ഓരോ കാരാഗ്രഹങ്ങളുടെ തുരുങ്കിലൊക്കെ അടയ്ക്കപ്പെട്ട് നീതി തേടുന്ന സാധാരണക്കാരുൾപ്പെടെ പല സാമുദായിക നേതാക്കന്മാരുൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ സമഗ്രമായ ഇടപെടലുകൾ നടത്തുമെന്നും പ്രഖ്യാപിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VK ചന്ദ്രൻ, ജോസ് തോമസ്, ഷിൻഡോ സിറിയക്, PV ബേബി വൈദ്യർ, ക്ലീറ്റസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ BJP പ്രവർത്തകർ മൂലമറ്റത്ത് ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. BJP ഓഫീസിൽ നിന്ന് ചൂട്ടുകുറ്റികളും കയ്യിലേന്തി മൂലമറ്റം വൈദ്യുതി ഓഫീസിന് മുൻപിലെത്തി പ്രവർത്തകർ നിരന്ന് ചൂട്ടുകത്തിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധ സമരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനീഷ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ മലയാളിയുടെ ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും മത്സ്യമാംസാദികളുടെയും വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ കറന്റ് ചാർജ് വർധനവിലൂടെ കൂടുതൽ ദുരിതങ്ങളിലേക്ക് കേരള ജനതയെ തള്ളിവിട്ട സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് BJPയുടെ ആഭിമുഖ്യത്തിൽ മൂലമറ്റത്ത് ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. BJP ഓഫീസിൽ നിന്ന് ചൂട്ടുകറ്റകളും കയ്യിലേന്തി മൂലമറ്റം വൈദ്യുതി ഓഫീസിന് മുൻപിലെത്തി പ്രവർത്തകർ നിരന്നു നിന്ന് ചൂട്ടുകത്തിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ഓഫീസിന് മുൻപിൽ ചൂട്ടുകറ്റകൾ കൂട്ടിയിട്ട് കത്തിച്ചു. പ്രതിഷേധ സമരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനീഷ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ കുറച്ചു കാലങ്ങളായിട്ട് സർക്കാർ ചെയ്യുന്നൊരു പ്രവർത്തനം എന്ന് പറയുന്നത് വിലവർദ്ധനവ് മാത്രമാണ്. സർക്കാർ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താതെ ഒരു സർക്കാർ പരിപാടികളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വികസന കാര്യങ്ങളിലുള്ള ടെൻഡർ നടപടികൾ പോലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും നടത്തുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജ് വർധനവോ വെള്ളക്കരം വർധനവോ ഇങ്ങനെയുള്ള ചാർജ് വർധനവുകൾ മാത്രം നടത്തി മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ജനവിരുദ്ധമായ സ്വീകരിച്ചാലും അതിനെതിരെ പ്രതികരിക്കാൻ പോലുള്ള ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട പ്രതിപക്ഷമാണ് നമ്മുടെ കേരളത്തിൽ. ഗ്രാമപഞ്ചായത്ത് മെമ്പർ PA വേലുക്കുട്ടൻ, ജില്ലാ സെക്രട്ടറി സൗമ്യ, മണ്ഡലം സെക്രട്ടറി MG ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് MK രാജേഷ്, വിൽസൺ കട്ടക്കൽ, മോസസ്, ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മൂലമറ്റം KSRTC പരിസരത്ത് നിന്നും മൂലമറ്റം ടൗണിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് ധർണയും നടത്തി. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് VV ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആറക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. മൂലമറ്റം KSRTC പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് മൂലമറ്റം ടൗണിൽ തയ്യാറാക്കിയിരുന്ന പന്തലിൽ എത്തിച്ചേർന്നതോടെ ധർണാ സമരത്തിന് തുടക്കമായി. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് VV ഫിലിപ്പ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. തവണകളായിട്ട് 1-2 തവണ നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ കൃഷിക്കാരായ പലരും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെയാണ്. തവണകളായി അടച്ചോളാന്ന് പറയും, 2-3 തവണ അടച്ചു കഴിയുമ്പോൾ പിന്നെ അതിൽ ചില ന്യായങ്ങളൊക്കെ ഇല്ലെന്ന് പറയും. പക്ഷെ എത്ര കാലം ഇങ്ങനെ നിർത്തിക്കൊണ്ടു പോകാൻ കഴിയും? അടുത്ത 5 വർഷം കഴിഞ്ഞു വീണ്ടും കരാറ് മാറ്റി കൊടുക്കേണ്ട കാലമായി. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ പെൻഷൻകാരുടെ സംഘടനകളും സമരങ്ങൾ നിരന്തരമായി നടത്തേണ്ടി വരുന്നത്. അങ്ങനെ നടത്തുമ്പോൾ പോലും ഞങ്ങൾക്ക് കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഒരു തത്വമില്ല. വടക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വാർത്ത വായിച്ചാൽ ഉത്തർപ്രദേശിൽ 6 മാസത്തേക്ക് യാതൊരു സമരവും നടത്താൻ പറ്റും. അവിടെ ഒരു വലിയ മഹോത്സവമാണ്. വളരെ വേറെ അറിവില്ല. 6 മാസത്തേക്ക് ആരും യാതൊരു സമരവും നടത്താൻ പാടില്ല. എന്നുവെച്ചാൽ അവകാശം 2021 നിലവിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് 5 വർഷത്തിലൊരിക്കൽ ശമ്പളവും പെൻഷനും പുതുക്കുക എന്നാണ് കേരള മേഖലയിൽ തൊഴിലെടുക്കുന്ന വ്യവസായങ്ങളിലെ ഓട്ട മേഖലയില് ഒക്കെ തൊഴിലാളികളുടെ രംഗത്ത് ചെത്തൊഴിലാളികളുടെ രംഗത്ത് ഒക്കെ കേരളത്തിലെ സംഘടിത പ്രസ്ഥാനങ്ങൾ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ, സർവീസ് സംഘടനകൾ ഒക്കെ യൂണിയനിൽ ശക്തിപ്പെട്ടു വന്നപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് MK ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KD സുകുമാരൻ, ബ്ലോക്ക് ട്രഷറർ ജേക്കബ് മത്തായി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കുരുവിള ജേക്കബ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം C വിനോബ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി VK സലീം സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം KN സരസമ്മ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഹിന്ദി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ വിഷ്ണുജ മോഹനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടിലെത്തി ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയുടെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഹിന്ദി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ വിഷ്ണുജ മോഹനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് അടിവാരത്തെ വീട്ടിലെത്തി ആദരിച്ചു. പഴയ വിടുതി ഗവൺമെന്റ് UP സ്കൂളിലെ ഹിന്ദി അധ്യാപികയും ചിറങ്ങരയിൽ അഭിലാഷ് രാജീവിന്റെ ഭാര്യയുമാണ് വിഷ്ണുജ. കോൺഗ്രസ് നേതാക്കളായ ജോഷി കന്യാക്കുഴി, DCC മെമ്പർ KP ഗോപിദാസ്, തങ്കച്ചൻ പുളിക്കൽ, ജോയി നാരുകുഴിയിൽ, ജേക്കബ് മച്ചാനിക്കൽ, അർജുൻ ഷിജു, ലോമിനി നാരകത്തിനാൽ കുന്നേൽ, സണ്ണി പ്ലാംതോട്ടത്തിൽ, ആലീസ് മച്ചാനിക്കൽ, ദേവസ്യ തമ്പുഴിയിൽ, ജോസ് ടി നാരുകുഴിയിൽ, ജെയ്സൺ ജോസ് എന്നിവർ പങ്കെടുത്തു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഹിന്ദി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ വിഷ്ണുജ മോഹന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. രാജാക്കാടിൻ്റെ, പ്രത്യേകിച്ച് അടിവാരം 7ാം വാർഡിൻ്റെ അഭിമാനമായി മാറിയ വിഷ്ണുജയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം ഈ ബിന്ദുജയെ ഈ മേഖലയിലേക്ക് എത്താൻ സഹായിച്ച ബിന്ദുജയുടെ മാതാപിതാക്കൾക്കും ഒപ്പം ഇതിന് നല്ല പാഠ്യം നൽകിയ അധ്യാപകർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷനും മലനാടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയും ചേർന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സബ്സിഡിയോട് കൂടിയ കാർഷിക ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. മുനിയറ SNDP ശാഖായോഗം സെക്രട്ടറി അജി EP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുനിയറ യൂണിറ്റ് പ്രസിഡന്റ് ഷൈജു മാനന്തടം കാർഷിക ഉപകരണങ്ങളുടെ ആദ്യ വിതരണം നിർവഹിച്ചു.
അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെയും മലനാടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായുള്ള സബ്സിഡിയോടുകൂടിയ കാർഷികോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം കൊന്നത്തടി പഞ്ചായത്ത് മിഷൻ നേതൃത്വത്തിൽ മുനിയറയിൽ നടത്തിയത്. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുനിയറ SNDP ശാഖായോഗം സെക്രട്ടറി അജി EP സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊന്നത്തടി പഞ്ചായത്ത് മിഷൻ പ്രസിഡന്റ് ബിന്ദു ഷാബു നാഗലോടി അധ്യക്ഷത വഹിച്ചു. അക്ഷയശ്രീ ജില്ലാ വൈസ് പ്രസിഡന്റ് മണികണ്ഠ പണിക്കർ സ്വാഗതം പറഞ്ഞു. അക്ഷയശ്രീ അടിമാലി മേഖലാ കോർഡിനേറ്റർ മധുസൂദനൻ വെള്ളത്തുവൽ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുനിയറ യൂണിറ്റ് പ്രസിഡന്റ് ഷൈജു മാനന്തരം കാർഷിക ഉപകരണങ്ങളുടെ ആദ്യ വിതരണം നിർവഹിച്ചു. മലനാടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ PK പ്രസന്നൻ, അക്ഷയശ്രീ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഇടമന, കൊന്നത്തടി പഞ്ചായത്ത് സെക്രട്ടറി ഷാലി മനോജ്, പഞ്ചായത്ത് കോർഡിനേറ്റർ മിനി സോമൻ എന്നിവർ പ്രസംഗിച്ചു. 50ഓളം കർഷകർക്ക് സബ്സിഡിയോടുകൂടിയ കാർഷിക ഉപകരണങ്ങളുടെ വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, മുനിയറ. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ വയോജന ക്ലബിന്റെ യോഗവും അംഗൻവാടിയുടെ നവീകരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഇന്ദു ബിജു അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങൾക്കുള്ള യോഗ ക്ലാസിന്റെ പരിശീലനം ഹോമിയോ ഡോക്ടർ മിഥുൻ നിർവഹിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ വയോജന ക്ലബിന്റെ യോഗവും അംഗനവാടിയുടെ നവീകരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കൊന്താലപ്പള്ളി അംഗനവാടിയിൽ നടന്നു. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു 15ഓളം കുടുംബങ്ങൾ ഒരുമിച്ച് ഒറ്റ അടുക്കളയാണ് അവരുടെ മക്കൾ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പോയി നിൽക്കുമ്പോൾ അവർക്ക് ഒരടുക്കളയും ചുറ്റും വീടും വെച്ച് കഴിയുന്ന, ഇപ്പോൾ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് അവർക്ക് പറ്റുന്ന പോലെ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് ടൂർ പോകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ജീവിതം ആഘോഷമാക്കുക. ഇതുവരെ ചെയ്തത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, ഇനിയുള്ള കാലവും ഞങ്ങളുടെ തന്നെയാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി പോരാടാൻ പറ്റുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളാണ് നമ്മളെ രോഗമില്ലാത്തവരാക്കുന്നത്. നമ്മുടെ നാടിനൊരു മാതൃകയാവട്ടെ, ഒപ്പം നിങ്ങൾക്ക് പരസ്പരം ഒരു താങ്ങും തണലുമാവട്ടെ, നിങ്ങൾക്കൊരു ബലമാവട്ടെ, നിങ്ങൾക്ക് അതുവഴി ജഗദീശ്വരൻ ദീർഘായുസ് നൽകട്ടെ, രോഗസൗഖ്യങ്ങൾ നൽകട്ടെ, എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയാൻ ഇടവരട്ടെ. ഈ ക്ലബ്ബ് അതിനൊരു മാതൃകയായി തീരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഇന്നത്തെ ഈ പ്രോഗ്രാം, വളരെ മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വാർഡ് മെമ്പർ ഇന്ദു ബിജു അധ്യക്ഷത വഹിച്ചു. അധ്യാപിക ടെസി സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് ഷേർലി മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജി ആശംസയും നേർന്നു. വയോജനങ്ങൾക്കുള്ള യോഗ ക്ലാസിന്റെ പരിശീലനം ഹോമിയോ ഡോക്ടർ മിഥുൻ നിർവഹിച്ചു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ജോ പി സെബാസ്റ്റ്യൻ ആശംസയും നേർന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മുതൽ 11 മണി വരെയാണ് യോഗ പരിശീലനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ SRT റോഡിന്റെ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഇഞ്ചൂർ അമ്പലമ്പടി SRT റോഡ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച് റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ PP കുട്ടൻ, മറ്റേ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരെ, അതിലെല്ലാം ഉപരി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ റോഡിൻ്റെ ഉപഭോക്താക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ റോഡുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇന്ന് വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും MLAയുടെയും MPയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ഗ്രാമീണ റോഡുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനിച്ച് അടുത്ത സാമ്പത്തിക വർഷത്തോടു കൂടി പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ട പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. ഈ റോഡ് തന്നെ വളരെ കാലമായി ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന റോഡാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വർഷത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മുഴുവൻ വാർഡുകളിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ച് 1ഉം 2ഉം റോഡുകൾ ഇപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു, KM സയ്യിദ്, MS ബെന്നി, പഞ്ചായത്ത് മെമ്പർമാരായ ഷജി ബെസി, PP കുട്ടൻ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ നാട്ടുകാരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ ഗ്രാമീണ റോഡുകളും കേന്ദ്ര, സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെയും MP, MLA തുടങ്ങിയവരുടെ സഹായത്തോടെയും പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും
പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അടുത്ത സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടുകൂടി ഗ്രാമീണ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ആ കാര്യം സാധിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം മെയിൻ റോഡുകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും MLA MP എന്നിവരുടെ സഹായത്തോടു കൂടി ചെയ്യുവാനാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തി അടുത്ത വാർഷിക പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി മുഴുവൻ റോഡുകളും പൂർത്തീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, വാരപ്പെട്ടി. ചരമവാർത്ത. മേലുകാവ് ചാലമറ്റം കീരിപ്പാക്കൽ പരേതനായ മാത്യുവിന്റെയും അന്നമ്മയുടെയും മകൻ ജിം മാത്യു നിര്യാതനായി. KSRTC ഉദ്യോഗസ്ഥരായിരുന്നു. സംസ്കാരം 12/12/2024 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2-ന് വീട്ടിലാരംഭിച്ച് ബേക്കർഡേൽ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് കെയ്ലി ലാൻഡ് സെമിത്തേരിയിൽ. ഭാര്യ മെജോ ജിം, ഇരുമാപ്രാമറ്റം MDCMS ഹൈസ്കൂൾ, ഇരുമാപ്രാമറ്റം താഴത്തുകോഴിക്കുന്നേൽ കുടുംബാംഗമാണ്. മകൾ നോവ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി ചാർജ് വർധനവ് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഇരുട്ടടിയാണെന്ന് DCC ജനറൽ സെക്രട്ടറി NA ബെന്നി. INTUC തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പന്തംകുളത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ NCP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നിക്ക് മിന്നുന്ന വിജയം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ BJP പ്രവർത്തകർ മൂലമെടുത്ത് ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി CHRF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മനുഷ്യാവകാശ വിളംബര ജാഥ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.